വക്രദൃഷ്ടി തുടരുന്നു. വെള്ളാപ്പള്ളി നയിച്ച സമത്വ മുന്നേറ്റ യാത്രയിൽ നായാടികൾ മുതൽ നമ്പൂതിരിമാർ വരെയുള്ളവരുടെ സംഘടനാ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. കേരള പുലയർ മഹാസഭയുടെ ഒരു വിഭാഗം സമത്വ മുന്നേറ്റ ജാഥയിൽ പങ്കെടുത്തുവെന്ന് യാത്രാ നേതാക്കൾ അവകാശപ്പെടുമ്പോഴും കൂടുതലായി കണ്ടത് മഞ്ഞ വേഷധാരികളായ SNDP യോഗം പ്രവർത്തകരെ മാത്രമായിരുന്നു. വെള്ളാപ്പള്ളിയോട് ചേർന്ന സംഘടനകളിലെ ചില നേതാക്കളെ മാത്രമേ വേദികളിൽ കണ്ടുള്ളൂ. സംഘടനകളിലൊക്കെ പിളർപ്പുമായി. പുന്നല ശ്രീകുമാർ നയിക്കുന്ന KPMS ഭടന്മാർ ഇതാ തിരുവനന്തപുരത്ത് രാജ്ഭവനിലേക്ക് ഒരു പടുകൂറ്റൻ റാലി നടത്തിയിരിക്കുന്നു. സംവരണം അട്ടിമറിക്കുന്നതിലും ദളിത് പീഡനങ്ങൾക്കുമെതിരെയായിരുന്നു റാലി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെക്കുറിച്ച് പ്രൗഢഗംഭീരമായ പ്രസംഗമായിരുന്നു പുന്നല ശ്രീകുമാറിന്റേത്. ഭരണിപ്പാട്ടും ജാതി വർത്തമാനവും നടത്തുന്ന സമുദായ നേതാക്കൾ കണ്ടുപഠിക്കേണ്ട പ്രൗഢോജ്വല പ്രസംഗം. മലയാളി മെമ്മോറിയൽ മുതൽ മണ്ഡൽ കമ്മീഷൻ വരെയുള്ള സംവരണത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുന്ന പ്രഭാഷണം. സാമുദായിക സംവരണത്തിന്റെ പ്രയോജനം നേടിയ സാമുദായിക നേതാവ് സംവരണം അട്ടിമറിക്കുന്നവരുടെ കൂടാരങ്ങളിലേക്ക് അണികളെ ആട്ടിത്തെളിക്കുകയാണെന്ന ഒളിയമ്പും KPMS എയ്യുന്നു. കേരളത്തിൽ 14% സംവരണത്തിന്റെ സമുദായ സംവരണം അനുഭവിക്കുന്ന ഒരു സമുദായത്തിന്റെ നേതാവ് സംവരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പാളയത്തിലെ കണികളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത്. വെള്ളാപ്പള്ളി സാറിനൊക്കെയാണ് അല്പം കോടികളുടെ ആസ്തിയുണ്ട്, അദ്ദേഹം അത് വെളിവാക്കിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറെ ആക്ഷേപം പറയാം. എന്നെ കുറിച്ച് എന്ത് ആക്ഷേപം പൊന്നു സുഹൃത്തെ പറയാനുള്ളത് ഉണ്ടോ? എന്നെ കുറിച്ച് എന്ത് ആക്ഷേപമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? സംവരണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന പാളയത്തിലെ കണികളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് കേരളത്തിൽ നടത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രീനാരായണ ഗുരുവിന്റെയും അയ്യൻകാളിയുടെയും ചട്ടമ്പി സ്വാമിയുടെ ഒക്കെ നാടാണ് കേരളമെങ്കിൽ യുവദാസിന്റെ പണി ചെയ്യുന്ന ആളുകളെ കാലം തീറത്തുണിയായി കാറ്റിൽ പറത്തുന്നത്. ഭൂരിപക്ഷ ഐക്യത്തിനു വേണ്ടിയായിരുന്നു സമത്വ മുന്നേറ്റ ജാഥയെങ്കിൽ മതേതര ഐക്യമാണ് വേണ്ടതെന്ന് പുന്നല ശ്രീകുമാറിന്റെ മറുപടി. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഭൂരിപക്ഷ ഐക്യമുണ്ടാകണമെന്ന് പ്രഖ്യാപിക്കുന്നവർ ഭൂരിപക്ഷ ഐക്യമുണ്ടായാൽ സാമൂഹ്യ നീതി ഉണ്ടാകത്തില്ല, സാമൂഹിക സമത്വം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷ ഐക്യമല്ല, മതേതര ഐക്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടുന്നത്. പുരോഗമന വീക്ഷണത്തോടെ അല്ലാതെ നവോത്ഥാന മൂല്യങ്ങൾ ബലികഴിച്ച് മുദ്രാവാക്യം ഉയർത്താൻ KPMSന് കിട്ടില്ലെന്ന പ്രഖ്യാപനവും രാജ്ഭവൻ മാർച്ചിലുണ്ടായി. അതുകൊണ്ട് പുരോഗമന വീക്ഷണത്തോടുകൂടി നവോത്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ട് KPMS മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് ഈ പ്രക്ഷോഭത്തിന്റെ സമരോത്സവമായ ഈ പ്രക്ഷോഭത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നവോത്ഥാന മൂല്യങ്ങളെ ബലികരിക്കാൻ KPMS കേരളത്തിൽ